ഇന്ന് ബിഗ് ബോസ് വീട്ടിലെ 42ാമത്തെ ദിവസമാണ്. ലാലേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ വന്ന സമയത്ത് വേഗം നമ്മുടെ ലിവിങ് ഏരിയയിൽ കണ്ടസ്റ്റൻസ് എല്ലാം ഓടി വന്ന് നിൽക്കുക. എല്ലാവരും ഒക്കെ നിന്നു കഴിഞ്ഞു. പിന്നെ 2-3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് ഓടുന്നു. പിന്നെ അത് നമ്മൾ നോക്കുമ്പോൾ അത് ഒന്ന് റസ്മിനായിരുന്നു. പിന്നെ ആരാന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ അടുത്ത ജാസ്മിനാണ്. നിന്നടുത്തു നിന്ന് തന്നെ അങ്ങോട്ട് തിരിഞ്ഞ് ഓടാൻ തുടങ്ങുന്നു. അപ്പം ആ സമയത്ത് റസ്മിൻ വിളിക്കുന്നു, ജാസ്മിൻ എന്നിട്ട് ഇങ്ങനെ പുറകെ വിളിച്ചു. അപ്പോൾ ജാസ്മിൻ തിരിച്ചു വന്നു. നോക്കുമ്പോൾ റസ്മിൻ്റെ കയ്യിൽ ജാസ്മിൻ്റെ മൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ ഇവരെല്ലാം ധൃതി വെച്ച് ഓടി റെഡിയായൊക്കെ വന്നതല്ലേ, ആ സമയത്ത് മൈക്ക് എടുത്തിട്ടില്ലായിരുന്നു, മറന്നുപോയി. മൈക്ക് ഇല്ലാതെ അവിടെ നിന്ന് ലാലേട്ടൻ വരികയും ചെയ്തു. ആ സമയത്ത് ആരെങ്കിലും പറഞ്ഞായിരിക്കും മൈക്ക് ഇല്ലെന്ന വല്ലോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദേഹത്തെ കണ്ടപ്പം വേഗം ഓർത്തതായിരിക്കും. ഓടിപ്പോൾ എടുത്തിടാൻ പോകാൻ തുടങ്ങിയപ്പോഴാണ് റസ്മിൻ ലാസ്റ്റിലാണ് ഓടി വന്നത് ഇവിടെ നിൽക്കാൻ ലിവിങ് റൂമിൽ. അപ്പോൾ റസ്മിൻ ജാസ്മിൻ്റെ മൈക്കും കൂടെ എടുത്തുകൊണ്ട് ഓടി വരുമായിരുന്നു ചെയ്തത്. അങ്ങനെ ആ മൈക്ക് കൊടുത്ത് ജാസ്മിൻ ഇട്ട്. ഇത് ലാലേട്ടൻ കണ്ടായിരുന്നു. ലാലേട്ടൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. എന്തിനാ ഓടുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ജാസ്മിൻ ഒന്ന് പരിങ്ങി. എന്താണെന്ന് എടുത്ത് ചോദിക്കുമ്പോൾ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പറഞ്ഞ മൈക്ക് മറന്നു പോയതാണ്. മൈക്ക് എടുത്തിട്ട് പിന്നെ ജാസ്മിനെ ആയതുകൊണ്ട് പിന്നെ ലാലേട്ടനും അറിയാം, എല്ലാവർക്കും അറിയാം, അടിക്കടിക്ക് ജാസ്മിൻ ഈ മൈക്ക് മറക്കുമല്ലോ. പിന്നെ എനിക്കെന്താ തോന്നുന്നത്, ഇപ്പം എല്ലാവരും റെഡിയായിട്ട് അവിടെ ലിവിങ് ഏരിയയിൽ വന്ന് നിൽക്കണമല്ലോ. അപ്പം ഇവരെല്ലാം ധൃതി വെച്ച് ഓടി വന്നൊക്കെ നിൽക്കുന്നതായിരിക്കും. ആ സമയത്ത് ഈ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായിയൊക്കെ വരുന്ന സമയത്ത് മൈക്ക് കൂടെ എടുക്കാൻ പെട്ടെന്ന് മറന്നായിരിക്കും. മൈക്ക് ഊരി വെച്ചിട്ടാണല്ലോ റെഡിയാവുന്നത്, ഡ്രസ്സൊക്കെ മാറണ്ടേ. അപ്പം ഈ മൈക്ക് എടുക്കാതെ ഓടി വന്ന് കാണാം, അതായിരിക്കും. അങ്ങനെ ജാസ്മിൻ ഇന്ന് വന്ന് ഇത് പണി കെട്ടിനി ഈ മൈക്കിൻ്റെ ഈ പ്രശ്നത്തിൽ നേരത്തെ മൈക്കിൻ്റെ പ്രശ്നം കിടക്കുന്നത്. അതുകൊണ്ട് ജാസ്മിന് നല്ല കോളായി ഇപ്പോൾ എന്ന് എനിക്ക് തോന്നുന്നത്. ഈ നമ്മൾ സ്വയം ഈ മൈക്ക് മാറ്റി വെക്കാൻ ശ്രമിക്കുന്ന സന്ദർഭങ്ങളുണ്ടല്ലോ, അതാ തെറ്റായിട്ട് പറയേണ്ടതായിട്ട് എനിക്ക് മനസ്സിലാകുന്നത്. ഇത് സ്വാഭാവികമായിട്ട് ഡ്രസ്സ് ഇടാൻ നേരം ഊരി വെച്ചിട്ട് ധൃതിയിൽ ഓടി വരുമ്പോൾ അത് മറക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. അതിനുശേഷം പിന്നെ ആണെങ്കിൽ ലാലേട്ടനെ ഇന്നാണ് ഈ മനുഷ്യത്വം എന്നൊരു കാര്യം ആദ്യം തന്നെ മനുഷ്യത്വം എന്നൊരു വാക്ക് പറയുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഓരോരുത്തരോട് ഈ മനുഷ്യത്വത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യത്വം ഇല്ലയെന്ന് തോന്നുന്ന ആൾക്കാരുടെ കാര്യങ്ങളാണ് ഇവരിൽ പലരുമേ പറയുന്നത്. അങ്ങനെ നമ്മുടെ റസ്മിനോടും ശ്രീരേഖയോടും ജാസ്മിനോടും ഒക്കെ പലരോടും ചോദിക്കുന്നുണ്ട് മനുഷ്യത്വത്തിൻ്റെ കാര്യത്തിൽ. അപ്പം പിന്നെ റസ്മിനാണെങ്കിൽ ജിൻഡോയാണ് മനുഷ്യത്വം ഇല്ലയെന്ന് തോന്നിയതായിട്ട് ഉള്ള ഒരാളെന്ന നിലയിൽ പറഞ്ഞത്. അത് ജാസ്മിൻ്റെ കാര്യത്തിലാണ് അങ്ങനെ തോന്നിയെന്നും പറയുന്നുണ്ട്. ജാസ്മിനെ ഒരു ദിവസം തീരെ ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് ആകെ ഭയങ്കര ടെൻഷനും ഇതിലൊക്കെ സങ്കടവും ദേഷ്യവും എല്ലാം കലർന്ന ഒരവസ്ഥയിൽ ടയേർഡായിട്ട് അങ്ങ് കിടക്കുന്നു. തീരെ വയ്യ, ആ ഒരു മാനസിക പിരിമുറുക്കങ്ങളൊക്കെ അനുഭവിച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് റസ്മിൻ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം മയക്ക് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം നമ്മുടെ ജിൻഡോ ആയിരുന്നല്ലോ ക്യാപ്റ്റൻ, കഴിഞ്ഞ ആഴ്ചത്തെ കാര്യമാണ്. ഇങ്ങനൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അവിടെ. അപ്പം ഈ ജിൻഡോ എന്താന്ന് ഈ ഒരു അവസരത്തിൽ മൈക്ക് എടുത്തിരുന്ന ജാസ്മിനോട് പറഞ്ഞു. ജാസ്മിന് സഹി കേട്ടിട്ട് ജാസ്മിൻ പറഞ്ഞു ഇപ്പം സൗകര്യമില്ല, ഇപ്പം ഇടാൻ പറ്റത്തില്ല എന്നൊക്കെ കുറേ കിടന്ന് പറഞ്ഞു. പക്ഷേ അവിടെ കിടന്നുകൊണ്ട് തന്നെയാണ് അത് വന്ന് ഭയങ്കര അലറുന്ന സ്വരത്തിലുമൊക്കെ പറയുന്നതായിട്ടാണ് നമുക്കത് മനസ്സിലാകുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ റസ്മിൻ എന്താ പറയുന്നതെന്നാൽ ഒരാൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വളരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു വയ്യാത്ത അവസ്ഥയിൽ ആ സമയം മുതലെടുത്തു ജാസ്മിനെ എന്നാണ് പറയുന്നത്. അത് മനുഷ്യത്വം ഇല്ലായ്മയുടെ കാര്യത്തിലെടുത്താണ് ഈ റസ്മിൻ ഈ ജിൻഡോയുടെ കാര്യം പറയുന്നത്. അപ്പോൾ ജിൻഡോ ഇങ്ങനെ തലകുലുക്കി ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുവാണ്. ജിൻഡോയ്ക്ക് അത് അത്ര പിടിക്കുന്നില്ല, എന്നാലും തലകുലുക്കുക ഇരുന്നുകൊണ്ട്. അപ്പോൾ അടുത്ത ഊഴം ജിൻഡോയുടെയാണ്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ജിൻഡോയ്ക്ക് എന്താ ഇതിന് മറുപടി പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഈ ജിൻഡോ ഉണ്ടല്ലോ എഴുന്നേറ്റിട്ട് ഉടൻ തന്നെ പറയണേ, മനുഷ്യ മനസ്സുകളിൽ മാരിവിൽ ഉണർത്തുന്ന മധുര വികാരമാണ് മനുഷ്യത്വം എന്ന്. ജിൻഡോ ഇങ്ങനെ ഒരു കവി ഭാവനയിൽ കൂടെ ജിൻഡോ ഇത് പറഞ്ഞിട്ടാണ് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ ഈ ആദ്യ സമയങ്ങളിലൊക്കെ കണ്ട ജിൻഡോ, അതിനുശേഷം മണ്ടനെന്ന് അവാർഡ് വാങ്ങിച്ച ജിൻഡോ, ഈ ജിൻഡോയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കവി ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ദാ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെളിയിൽ വരുമ്പം ജിൻഡോ ആരാന്നൊന്നും നമ്മൾക്ക് അതിശയത്തോടെ തന്നെ ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. പിന്നെ ജിൻഡോയ്ക്ക് പറയേണ്ട മറുപടി എല്ലാം പറഞ്ഞു. ോടും ഒക്കെ ചോദിച്ചു. ശ്രീരേഖയൊക്കെ അവരുടേതായ
രീതിയിൽ മനുഷ്യത്വത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലാസ്റ്റ് പിന്നെ ലാലേട്ടൻ തന്നെ പറയുന്നു, മനുഷ്യത്വം ഈ ശത്രുക്കളോട് പോലും നമ്മൾ പിന്നെ ദേഷ്യമോ അല്ലെങ്കിൽ വൈരാഗ്യമോ ഒന്നും വെച്ച് പുലർത്താത്ത തന്നെ മനുഷ്യത്വത്തിൻ്റെ ഒരു ഘടകമാണെന്ന് പറയുന്നു. കൂടാതെ സഹജീവികളോട് സ്നേഹം, അനുകമ്പ, ഇതൊക്കെ തന്നെ മനുഷ്യത്വത്തിൽ എൻ്റെ പര്യായമായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പം മനുഷ്യത്വം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഘടകമാണെന്ന്. അതിനകത്ത് നമുക്കെന്താ മനസ്സിലാകുന്നത്, നമ്മൾ വന്ന് ഈ ശത്രുക്കളെ പോലും വൈരാഗ്യത്തോടെ കാണാതിരിക്കുക, നമ്മൾക്ക് ആരോടെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ ആ ശത്രുത വെച്ച് പുലർത്താതിരിക്കുക, ശത്രുവിനെ പോലും സ്നേഹിക്കുക എന്നുള്ള കാര്യമാണ് ഇതിൽ മനസ്സിലാവുന്നത്. എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല. കാര്യം പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ബന്ധങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ പ്രാവർത്തികമാക്കാൻ കഴിയാത്ത ബന്ധങ്ങളും മനുഷ്യനുണ്ടായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചില ആൾക്കാർ നമ്മളോടൊക്കെ ചെയ്ത പല കാര്യങ്ങളുമൊക്കെ ചിലർക്കൊക്കെ അത് ചിന്തിച്ച് നോക്കിയാൽ പിന്നീട് അവരുമായിട്ടുള്ള സഹവാസത്തിനൊക്കെ പോകുന്നത് ശരിയാണോ? അല്ലെങ്കിൽ ശത്രുത മറന്നിട്ട് നമ്മൾ തിരിച്ച് അവരെ പഴയതുപോലെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുമോ? അറിയത്തില്ല. ഇതെല്ലാം ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത്. എന്നാലും എൻ്റെ ഒരു ഇതിൽ പറയുന്ന എല്ലാവരും ശത്രുത മറന്ന് എല്ലാവരും നല്ല സ്നേഹത്തോടെയൊക്കെ ജീവിക്കാൻ കഴിയട്ടെ. പിന്നെ അതിനുശേഷമാണെങ്കിൽ പിന്നെ ശ്രീരേഖയും സിബിനെയും ലാലേട്ടൻ ഭയങ്കരമായിട്ട് അഭിനന്ദിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഒരു ദിവസം ഒരു ടാസ്ക് ചെയ്തായിരുന്നു ഓർഗൻ ഡൊണേഷൻ്റെ കാര്യത്തിൽ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അതൊരു ഡ്രാമ മാതിരി അത് ആക്ട് ചെയ്തു. മകനും അമ്മയും എന്നുള്ള മകൻ്റെ ഓർഗൻ ഡൊണേറ്റ് ചെയ്ത ഒരാളെ കാണാൻ വരുന്ന ഒരമ്മ എന്നുള്ള രീതിയിലാണ് അവരത് കാണിച്ചത്. അപ്പം അതിൽ ശ്രീരേഖ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചു, ഒപ്പം സിബിനും. അപ്പോൾ രണ്ടുപേർക്കും അതിൻ്റെ അവാർഡ് കൊടുത്തു. അതിനുശേഷം പിന്നെ ഓർഗൻ ഡൊണേഷൻ്റെ കുറേ നല്ല കാര്യങ്ങളൊക്കെ പറയുണ്ടായി. പുള്ളിക്കാരൻ പറയുന്നിങ്ങനെ ഒത്തിരി കണ്ണുകളൊക്കെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെയുള്ള ഓർഗൻ ഡൊണേഷൻ്റെ കാര്യങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ കുറേ സമയം അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അടുത്തായിട്ടാണെങ്കിൽ ജിൻഡോ ലാലേട്ടനോട് പറഞ്ഞു ഈ ജാസ്മിൻ ഗബ്രിയുടെ അണ്ടറിലാണെന്നുള്ള കാര്യം. അങ്ങനെ പറയുന്നു, രണ്ടുപേരെ ഇതുകൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഗബ്രിയുടെ അണ്ടറിലല്ലായിരുന്നെങ്കിൽ ജാസ്മിൻ നന്നായിട്ട് ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് ടാസ്കും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നന്നായിട്ട് ചെയ്തിട്ടൊക്കെ നല്ല കഴിവുണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യാൻ. പക്ഷേ ഈ ഗബ്രിയുടെ ഇതിലായിപ്പോയി. അതുകൊണ്ട് ജാസ്മിൻ കുറച്ച് വീക്കാണ്. അല്ലാതെങ്കിൽ കുറച്ച് നല്ലൊരു പ്ലെയറായിട്ട് മാറിയാനായിരുന്നു, ടോപ്പ് 5-ലൊക്കെ വരാൻ ചാൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ ജിൻഡോ ജാസ്മിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഈ ഗബ്രിയും ജാസ്മിനും കൂടെ ജിൻഡോയെ ചുരുക്കി പറഞ്ഞാൽ, ഇത് ഞാൻ ശരി അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്കാണ് ലെങ്ത് കൂടും. പിന്നെ അത് കാരണം കൊണ്ട് അപ്പം ഞാനാണെങ്കിൽ ചുരുക്കി പറയാം. എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷം ഗബ്രിയും ജാസ്മിനും കൂടെ ജിൻഡോയെ അങ്ങ് വറുത്തു കോരി ലാലേട്ടൻ്റെ അടുക്ക് ഇതെല്ലാം പറഞ്ഞ് അതിൻ്റെ കംപ്ലൈൻ്റ് എല്ലാം പറഞ്ഞ് രണ്ടുപേരും ശരിക്കും കൊടുത്തു. ജിൻഡോ ആണെങ്കിൽ നമ്മുടെ സിബിൻ പറയുന്നത് കേൾക്കുന്നത്. ജിൻഡോ ഈ പ്രാവശ്യം ക്യാപ്റ്റൻ ആയിരുന്നല്ലോ, ഈ കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോൾ ജിൻഡോയുടെ ക്യാപ്റ്റൻഷിപ്പ് ശരിയല്ല എന്നും വളരെ മോശമായിരുന്നെന്നുമാണ് ജാസ്മിനും ഗബ്രിയും പറഞ്ഞു. ഒപ്പം ആണെങ്കിൽ ജിൻഡോയാണ് എന്തെന്ന് പറഞ്ഞാലും സിബിൻ പറയുന്നത് കേൾക്കുന്നത്. ജിൻഡോയ്ക്ക് തനിയെ ഒരു ഇതിലായിരുന്നു, എന്ത് സിബിൻ പറഞ്ഞാലും അതനുസരിക്കുക, അങ്ങനെയുള്ള രീതിയിലാണ് പറയുന്നത്. നോറയും ഇതുപോലെ തന്നെയാണ് പറഞ്ഞ് പിന്നെ സിബിൻ പറയുന്നതൊക്കെ കേൾക്കുക എന്നുള്ള രീതിയിൽ. പിന്നെ അടുത്താണെങ്കിൽ നമ്മുടെ അപ്സരയും പറഞ്ഞു ക്യാപ്റ്റൻഷിപ്പ് ശരിയായിരുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അടുത്തതും ജിൻഡോ തന്നെ ക്യാപ്റ്റൻ ആകാൻ വേണ്ടി ആരോടൊക്കെ വോട്ട് ചോദിച്ചു വെച്ചിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പൂജയും പറഞ്ഞു ജിൻഡോയുടെ ക്യാപ്റ്റൻഷിപ്പിൽ കുറച്ച് മോശമാണെന്ന് തന്നെയാണ് പൂജയും പറഞ്ഞു. പിന്നെ അടുത്തതായിട്ടാണെങ്കിൽ ജിൻഡോ ലാലേട്ടൻ്റെ അടുക്ക കംപ്ലൈൻറ്റ് ചെയ്തു. ഈ പിന്നെ ജയിലിൽ നമ്മുടെ ജാസ്മിനും നോറയും ജയിൽവാസത്തിന് പോയി. ആ സമയത്ത് ഭക്ഷണം രാത്രി കൊണ്ടു കൊടുക്കാൻ ജിൻഡോ പോയ സമയത്ത് ഗബ്രി വന്നിട്ട് ജിൻഡോയുടെ ഇടയിൽ കൂടെ ഗബ്രിയും ജാസ്മിനും കൂടെ ഹഗ് ചെയ്ത കാര്യം, പരസ്പരം കെട്ടിപ്പിടിച്ചു. അപ്പോൾ ആ കാര്യം അപ്പോൾ അത് ജിൻഡോ ആണെങ്കിൽ ലാലേട്ടൻ്റെ അടുക്ക അതങ്ങനെ പറയുന്നു. പിന്നെ അതിൻ്റെ കാരണങ്ങളുമല്ല. അപ്പോൾ ലാലേട്ടനാണെങ്കിൽ ഗബ്രിയോട് ചോദിക്കുന്നു
എന്താ ഗബ്രി എന്താ ഇതിന് പറയാനുള്ളതെന്നൊക്കെ. അപ്പോൾ ഗബ്രി പറയുന്നു, ഈ 2 ബൗളിൽ ക്യാപ്റ്റൻ ഭക്ഷണം കൊണ്ട് പോകുമ്പോൾ ഞാൻ കൂടെ പോയതാ, എപ്പോഴും ജയിലിൽ കിടക്കുന്നവർക്ക് അങ്ങനെ ഒരാൾ ഹെൽപ്പിന് ഭക്ഷണം എടുത്തുകൊണ്ട് പോകും. അപ്പം ജിൻഡോ പറയുന്നില്ല, 2 ബൗളും എൻ്റെ കയ്യിലാണ്, എനിക്ക് 2 ബൗളും പിടിച്ചിട്ട് പോകാൻ പറ്റുമായിരുന്നു. അവർക്ക് 2 പേർക്കുള്ള ഭക്ഷണം. ആ സമയത്ത് വന്നിട്ട് ജിൻഡോ ഗബ്രി വേണമെന്ന് പറഞ്ഞ് വന്നതാ. അങ്ങനെ വന്നിട്ട് 2 പേരും കൂടെ ഹഗ് ചെയ്ത് അവിടെ ആ സമയത്ത് ജാസ്മിനാണെങ്കിൽ ഒരു വാക്കും കൂടെ പറഞ്ഞു ജിൻഡോ എത്ര തടസ്സം നിന്നാലും കണ്ടില്ലേ, ഞങ്ങൾ ഹഗ് ചെയ്ത മാതിരി ഒരു ഇതും കൂടെ പറഞ്ഞായിരുന്നു. അതൊക്കെ ക്യാമറയിലൊക്കെ കൊണ്ട് നമ്മളെ കണ്ട കാര്യം. പക്ഷെ അത് ജാസ്മിനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനെ അങ്ങനെ ഇല്ല പറഞ്ഞില്ല. അതിനൊക്കെ ജാസ്മിന് വന്നിട്ട് നന്നായിട്ട് വഴക്കൊക്കെ കിട്ടി. അപ്പോൾ അത് ചെയ്ത് ശരിയാണോ, അങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ലാലേട്ടൻ നന്നായിട്ട് അവരെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. പിന്നാണെങ്കിൽ നമ്മുടെ റസ്മിനും കിട്ടി നന്നായിട്ട് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന്. റസ്മിനാണെങ്കിൽ എന്തോ ചെയ്തെന്നാൽ നോറയും ജാസ്മിനും കൂടെ ജയിലിൽ കിടന്ന സമയത്ത് നോറയ്ക്കാന്ന് പറയുന്നത് റസ്മിൻ്റെ ഭക്ഷണം കൊണ്ട് കൊടുത്തു. റസ്മിൻ്റെ ഭക്ഷണം എന്താണെന്ന് അതിൽ വന്നിട്ട് പന്നീർ ഫ്രൈ, ആദ്യമേ പറഞ്ഞു പ്രോൺസ് ഫ്രൈയുടെ ഏതാണ്ട് ഇതാ പറഞ്ഞത്, എന്നിട്ട് പറയുന്ന അല്ല പന്നീറിൻ്റെ ഫ്രൈ ആയിരുന്നു പറയുന്നു, അത് കൊണ്ടുവന്ന് നോറയ്ക്ക് കൊടുത്തു എന്ന്. അപ്പോൾ അത് ഈ ജയിലിൽ കിടക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ഭക്ഷണം ഇവർ കഴിക്കുന്ന ഭക്ഷണം അല്ല കൊടുക്കുന്നത്. അപ്പോൾ അത് ചെയ്തത് വലിയ തെറ്റാണ്. അപ്പോൾ റസ്മിൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ജയിലിലുള്ള ആ ഒരു റൂൾസൊക്കെ മറികടക്കാൻ എന്തിനു മറികടന്നാന്ന് ചോദിച്ചിട്ട് ലാലേട്ടൻ അതിനെ ഒരുപാട് കുറ്റം പറഞ്ഞു. ഇത് വന്ന് പവർ ടീം ഇത് അന്വേഷിക്കേണ്ടത്, ഇത് നോക്കേണ്ടത്, ഇത് പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടത്, അവരാരും അറിഞ്ഞില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ റസ്മിൻ ആണെങ്കിൽ പറയുന്നു അത് നോറ കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു, അതുകൊണ്ട് ഞാൻ എൻ്റെ ഭക്ഷണം കൊണ്ട് കൊടുത്താണെന്ന്. റസ്മിന് നോറയുടെ മേലെ അത്രയ്ക്ക് വലിയ ഒരു സ്നേഹമൊക്കെയാണ്. അപ്പോൾ അത് പക്ഷേ ലാലേട്ടൻ വിട്ടില്ല. ലാലേട്ടൻ നന്നായിട്ട് റസ്മിന് കൊടുത്തു. റസ്മിന് ഉത്തരം മുട്ടി അവിടെ എന്ന് പറയുന്നത് നമ്മൾ ഇഞ്ചി കടിച്ചെന്ന് പറയത്തില്ല, അതേമാതിരി ആ മുഖം അങ്ങനെ അവിടെ നിൽപ്പുണ്ടായി. ജയിലിൽ കിടന്ന സമയത്താണെങ്കിൽ ജാസ്മിനും നോറയ്ക്കും മുത്തുമാല എല്ലാ കണ്ടസ്റ്റൻസിനും കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇവരെന്താന്ന് ഈ രാത്രിയിൽ ഇരുന്ന് കഥ പറച്ചിലും പിന്നെ ഈ ജാസ്മിൻ ആണെങ്കിൽ ഈ ജിൻഡോയെ മറ്റുള്ളവരെയൊക്കെ ഓരോന്ന് വിളിച്ച് പറയുകയൊക്കെ ആയിരുന്നു. അപ്പോൾ ലാലേട്ടനാണെങ്കിൽ തന്നെ പറയുന്നുണ്ട് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ. അപ്പോൾ ഞാൻ തെറിയൊന്നും പറഞ്ഞില്ല ലാലേട്ടൻ, അപ്പോൾ ഇനി അതിൻ്റെ കുറവും കൂടെ ഉള്ളൂ, എന്നാൽ അതും കൂടെ അങ്ങ് നടത്തിക്കോളാമെന്ന് ലാലേട്ടൻ പറഞ്ഞു. ജാസ്മിൻ അങ്ങനെ വല്ലാതായിപ്പോയി. അപ്പോൾ ആണെങ്കിൽ ജാസ്മിൻ അവിടെ ജയിലിൽ രാത്രി കാട്ടിക്കൂട്ടിയതെല്ലാം ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ മുത്തുമാല ഒരുത്തർക്ക് പോലും ഫുള്ളായിട്ട് ആ മുത്ത് മൊത്തം ഒരു മാലയ്ക്ക് ആവശ്യമുള്ള മുത്ത് മൊത്തം കോർത്തിട്ടില്ല. കാര്യം ഇവരവിടെ ഇരുന്ന് 2 പേരും കൂടെ വർത്തമാനം പറയുന്നതായിട്ടാണ് ഇപ്പം എല്ലാവരും പറയുന്നത്. ആർക്കും ഫുള്ളായിട്ട് മുത്ത് കോർത്തൊരു മാല കിട്ടിയിട്ടില്ല. പാതി മുത്ത് കോർത്തിട്ട് പാതി അതിൻ്റെ നൂല് മാത്രമാണ്. അപ്പോൾ അങ്ങനെ കഴുത്തിലിടുന്ന പാതി മാത്രമേ ഉള്ളൂ മുത്ത് കോർത്തിടം, പാതിക്ക് വന്നിട്ട് നൂല് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ ശ്രീരേഖ അത് പൊക്കി ഇതിങ്ങനെ കാണിക്കുകയും ചെയ്തത് ഇങ്ങനെ എല്ലാവരെയും മാലയെന്നും പറഞ്ഞു. അപ്പോൾ അത് ഒരു ചിരിക്കാനുണ്ടായിരുന്നു. അതിലും ചമ്മി നാറി അവിടെ നിൽക്കും ഇവരെല്ലാം. ഫ്രണ്ട്സ്, ഞാനാണെങ്കിൽ ഇന്നത്തെ ലാലേട്ടൻ വന്ന കാര്യങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിനകത്തെ പറയാം. ഞാൻ മാക്സിമം എൻ്റെ വീഡിയോ ലെങ്ത് കുറയ്ക്കാനാണ് നോക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു എപ്പിസോഡിലെ കുറേ കാര്യങ്ങളൊക്കെ എത്ര നമ്മൾ പെട്ടെന്ന് പറഞ്ഞാലും അത് ഒരു ലിമിറ്റിന് മേലെ ലെങ്ത് ആവുന്നത് കൊണ്ട് നിങ്ങൾക്കും അത് കാണാൻ സൗകര്യമാകട്ടെ എന്ന് കരുതിയിട്ട് ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ 2ആയിട്ടായിരിക്കും ഇടുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഒരു ഭാഗം ഇട്ടിട്ട് പിന്നെ അടുത്ത ഭാഗം രണ്ടാമത് ഞാൻ ബാക്കി ഇടും. അപ്പം അത് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ.